ബിജെപിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി വരെ വഹിച്ചിട്ടുള്ള ശ്യാമള എസ് പ്രഭു നിലവിൽ തന്റെ ബിജെപിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചു. മട്ടാഞ്ചേരിയിലെ ബിജെപി പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ശ്യാമള മെട്രോ 7 ന്യൂസിനോട്. കൊച്ചി കോർപ്പറേഷനിൽ തുടർച്ചയായി 32 വർഷം കൗൺസിലറായിരുന്ന ഇവർ ഇനി റോസാപ്പൂ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കൊച്ചി നഗരസഭയിലെ 5ാം ഡിവിഷൻ ചെർളായിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. തെക്കേ ഇന്ത്യയിൽ തന്നെ ബിജെപിയുടെ ആദ്യത്തെ ഒരു പ്രാദേശിക തലത്തിലുള്ള ജനപ്രതിനിധിയായിരുന്നു ശ്യാമള എസ് പ്രഭു. വളരെ വർഷത്തെ തഴക്കവും പഴക്കവുമുള്ള ഈ ഒരു വ്യക്തി ഇന്ന് ബി.ജെ.പി. എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. ബി.ജെ.പിയിലെ സ്ഥാനമാനങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ട് 2016 വരെ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടെയാണ്. ശ്യാമള ചേച്ചി, നമസ്കാരം. വലിയൊരു കൂട്ടമാണല്ലോ ഇന്നുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ഈ ഡിവിഷനിലെ പ്രവർത്തനം? ഒരു കുഴപ്പമില്ല, ഞാൻ ജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവരുടെയും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും മത്സരിച്ച് ജയിക്കണമെന്നുള്ള ആഗ്രഹക്കാരാണ്. എത്ര വർഷം ജനപ്രതിനിധി ആയിട്ടുണ്ടായിരുന്നു? ജനപ്രതിനിധിയായിട്ട് 30 വർഷം, 88 മുതൽ 2016 വരെ 5 തവണ, 3 തവണ ജനറൽ സീറ്റിലും 3 തവണ റിസർവേഷൻ സീറ്റിലും. ഈ ഒരു കാലയളവിൽ നമ്മളെ ഡിവിഷനെ സംബന്ധിച്ച് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാം? ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ആരോഗ്യ കേന്ദ്രം, ഹോമിയോ ഡിസ്പെൻസറി, ഹെൽത്ത് സർക്കിൾ ഓഫീസ്, വാർഡ് സഭാ കേന്ദ്രം, പാർക്ക്, പിന്നെ അംഗൻവാടി കെട്ടിടം, എന്തൊക്കെയാണ് ഒരു ഡിവിഷനിൽ ആവശ്യമുള്ളത് അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു 30 വർഷം തുടർച്ചയായിട്ട് ഒരു ജനപ്രതിനിധി ആയിരിക്കുവാനായിട്ട് ഈ ജനങ്ങൾ അവസരം തന്നത്. ഈ കഴിഞ്ഞ 5 വർഷം മാറി നിന്നപ്പോഴേ നിന്നത് യൂത്ത്സ് ആരെങ്കിലും വരട്ടെ എന്ന് വെച്ച് ഞാൻ മാറി നിന്നതാണ്. അങ്ങനെ ഞാൻ മാറി ബി.ജെ.പിയുടെ തന്നെ ഒരാൾ ജയിച്ചു വന്നു. പക്ഷെ അതിന് ശേഷം എനിക്ക് പാടെ അവഗണനയാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു പരിഗണനയും കിട്ടുന്നില്ല. സ്ഥാനമാനങ്ങൾ പാർട്ടിയിലില്ല പോട്ടെ, എന്നാലും ഈ പ്രാദേശിക നേതൃത്വത്തിലുള്ളവരുണ്ടല്ലോ, ഒരു 5 പേരുണ്ട്. ഇവരെന്നെ കണ്ടാൽ പോലും നോക്കില്ല, മിണ്ടില്ല, വർത്താനം പറയില്ല, ഒരു മീറ്റിങ്ങിന് പോലും എന്നെ വിളിക്കില്ല. ഈവൻ വാർഡ് സഭയുണ്ട് ഓരോ ഡിവിഷനിലും, ആ വാർഡ് സഭയിൽ പോലും എന്നെ വിളിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. അവസാനമായിട്ട് സംസ്ഥാന പ്രസിഡൻറ്റ് വന്ന ഒരു പരിപാടിക്ക് കുറേ ആളുകൾ, കോൺഗ്രസ്സിലെ കുറേ ആൾക്കാർ ബി.ജെ.പിയിലോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാനവിടെ പോയതാണ്. ഞാനവിടെ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോയ്ക്കോട്ട് ചെയ്തു ആ പരിപാടി. അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായി. അതിന് ശേഷം ജനം പാടെ ഇളകി എന്നോട് പറഞ്ഞ് ഞാൻ മത്സരിക്കാണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മത്സരിക്കുകയാണ്. അവിടെ ആ വേദിയിൽ നമ്മളും ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ശ്യാമള എസ് പ്രഭു എന്ന് പറയുന്ന വ്യക്തിയെ വേദിയിലേക്ക് കയറ്റിയിരുത്തി കഴിഞ്ഞപ്പോൾ ആ വേദിയിൽ നിന്ന് വരെ ഇറങ്ങിപ്പോയ ആളുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു നിമിഷമൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കി. തീർച്ചയായിട്ടും ആ വേദനയാണ് എനിക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ധൈര്യം എനിക്ക് തന്നത്, ഒരു പ്രചോദനം എനിക്ക് തന്നത്. എനിക്ക് ഈശ്വരൻ തന്നെ എന്നോട് പറയുകയാണ്, ഇനിയും ഒരു അവസരമുണ്ട്, നിങ്ങളതൊക്കെ നോക്കി ചെയ്യണം. ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുള്ള ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ബി.ജെ.പി. നേതൃത്വം അതിനൊരു നമ്മളുമായിട്ടൊരു അനുരഞ്ജന ചർച്ചയോ വല്ലതും ചെയ്തു? ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ വൈകിപ്പോയി. ലാസ്റ്റ് അവർ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ്, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് ചർച്ച വിളിച്ചത്. അപ്പോൾ ആ ചർച്ചയ്ക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്ഥിതിയിലായിപ്പോയി, ഒന്നും ചെയ്തിട്ടില്ല. അതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിയിൽ വർക്ക് ചെയ്തവരെ പോലും പാടെ അവഗണിച്ച് അവരൊക്കെ കത്ത് കൊടുത്തതാണ്, അവരെ പോലും പാടെ അവഗണിച്ചുകൊണ്ട് പുതിയ ഒരാളെ, അവിടെ എങ്ങും താമസമില്ല, അവരെങ്ങാണ്ടും ആണ് താമസിക്കുന്നത്, അവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതുകൂടാണ്ട് അവർ കഴിഞ്ഞ തവണ എനിക്കൊരു റിബൽ ഉണ്ടായിരുന്നു 2015. ആ റിബൽ സ്ഥാനാർത്ഥിക്ക് ഡെമ്മിയായിട്ട് നിന്നവരെയാണ് നിർത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും സങ്കടകരം. അതവരെ ഭർത്താവ് പോലും സംഘത്തിൽ നിന്ന് പിന്നെ അയാൾക്ക് അവിടെ ഈ സംഘത്തിൽ നിന്നൊക്കെ പുറത്താക്കി നടപടികൾ നേരിട്ട ആളാണ്. അയാളൊക്കെയാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാണ്ട് എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്ന 5 പേരും രംഗത്തുണ്ട്.
അതൊക്കെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രവർത്തകർക്ക് ആർക്കും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവരെന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ധൈര്യമായിട്ട് നോമിനേഷൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ പിൻവലിച്ചിട്ടില്ല, സമ്മതിക്കില്ല. ഞങ്ങൾ വിളിച്ചു കൂട്ടി എല്ലാവരും വന്നിരുന്നു, പാർട്ടിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു. പക്ഷെ അതിനൊന്നും ആരും തയ്യാറല്ല. ഇപ്പോൾ ഈ നമ്മൾ ഫീൽഡിലെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? പറയണ്ടേ, ഇപ്പം തന്നെ കണ്ടില്ലേ ആൾക്കാരൊക്കെ എൻ്റെ കൂടെയുണ്ട്. എന്ത് പറയുന്നു നമ്മളുടെ ശ്യാമള ചേച്ചിയോടൊപ്പം ഈ പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ എന്താണ് അതിനുള്ള ഒരു വികാരമായിട്ട് നിങ്ങൾക്ക് വന്നത്? എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി വരണം, എന്തിനാ മാറി നിൽക്കുന്നത്, ഒരു 5 കൊല്ലത്തിൻ്റെ ഗ്യാപ്പ് കൊടുത്ത് പിന്നെയും വരണം, നിങ്ങളുടെ സേവനം എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന്. അങ്ങനെ തന്നെ എല്ലാവരും പറയണം. അപ്പോൾ ഉറപ്പായിട്ട് വിജയിക്കും. വിജയം ഉറപ്പാണ്. ചേച്ചിയുടെ ഒപ്പമുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യും ചേച്ചിക്ക് വേണ്ടി. ചേച്ചി ജയിക്കും. നല്ല കരുത്തമായൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. ഇതാണ് ഒരു സമൂഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു പ്രതികരണം. ഒപ്പം നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തനത്തിൽ മുന്നേറുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ് ഈ കൂടെയുള്ള മുഴുവൻ പേരും. പാർട്ടി നേതൃത്വത്തിൻ്റെയും പാർട്ടിയിലെ പുതിയ തലമുറയുടെയും ഒക്കെ ആ ഒരു അവഗണനയിൽ മനം നൊന്തുകൊണ്ടാണ് BJPയുടെ എല്ലാ അംഗത്വത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എല്ലാം രാജിവെച്ചുകൊണ്ടാണ് ശ്യാമള എസ് പ്രഭു എന്ന് പറയുന്ന കൊച്ചി നഗരസഭയിൽ തന്നെ 30 വർഷത്തോളം തുടർച്ചയായി BJPയെ പ്രതിനിധീകരിച്ച ഈ ഒരു വ്യക്തി ഇവിടെ നിന്ന് പിന്മാറുന്നത്. ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജനമനസ്സറിയുവാനായിട്ട്. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.